ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സ്. മഞ്ഞുപോലൊരു ഫാമിലി വ്ളോഗ്സിൻ്റെ ഏറ്റവും എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസം കൂടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. നമ്മളിത് സൺഡേ അല്ലേ, സൺഡേ ആയപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ പള്ളിയിൽ പോകുന്നത് പോലെ പള്ളിയിൽ പോയി. അപ്പോൾ ഇന്ന് ഈവനിങ്ങിലെ കുർബാനയ്ക്കാണ് കേട്ടോ പോകാൻ പറ്റിയത്. അപ്പം ഈവനിങ്ങിലെ കുർബാനയ്ക്ക് പോയി, കുർബാന കഴിഞ്ഞിറങ്ങിയപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം നമ്മൾ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും, അതിനുശേഷം കുറച്ച് സമയം എന്നാൽ നമുക്ക് പള്ളി പരിസരത്തൊക്കെ ഒന്ന് ജസ്റ്റ് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾ കാണുന്ന പോലെ നല്ല അതിമനോഹരമായിട്ടൊരു പള്ളിയാണ് കേട്ടോ. അപ്പം ഇത് ശരിക്കും നമ്മുടെ ഇടവപ്പള്ളിയല്ല, എൻ്റെ ഇടവപ്പള്ളി അവിടെ പാലായിലാണ്, അറിയാമല്ലോ. അനീഷേൻ്റെ അവിടെ ഇടുക്കിയിലുമാണ്. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇവിടെ എറണാകുളത്തായതുകൊണ്ട് ഇവിടെയുള്ള പള്ളികളിലാണ് നമുക്ക് പോകാൻ പറ്റുക. അപ്പം അതിനോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ജീന ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഞാൻ പാലാരിവട്ടം അടുത്താണ്, വയറ്റിലടുത്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ പള്ളിയോട് അനുബന്ധിച്ചൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. വെച്ചാൽ പള്ളിയുടെ അടുത്തുനിന്നല്ല, പള്ളി നമുക്ക് വരാവുന്ന ദൂരത്താണ് ഈ പള്ളി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് സ്ഥലം എന്ന്. എല്ലാവർക്കും അറിയാൻ പറ്റില്ല, പക്ഷേ എറണാകുളത്തുള്ളവർക്ക് ചിലപ്പം അറിയാൻ പറ്റുന്ന ഒരു പള്ളിയാണ്, കാരണം അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് ഏത് പള്ളിയാണ് ഞാനിവിടെ പറയുന്നില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്കൊരു അവസരം ആവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഒത്തിരി നല്ലൊരു പള്ളിയാണ്, എനിക്കൊരുപാട് ഇഷ്ടം തോന്നിയൊരു പള്ളിയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമുക്ക് ഇന്ന പള്ളിന്നല്ല, എല്ലാ പള്ളിയോടും ഇഷ്ടമുണ്ട്, പക്ഷേ ഈ പള്ളിയോടൊരു പ്രത്യേക സ്നേഹം നമുക്ക് തോന്നി. കുഞ്ഞാപ്പി ആണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞ ശേഷം അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്ക് പള്ളിയിൽ പോകാനിങ്ങനെ ഈശോപ്പെ കാണാൻ പോകണം എന്നൊക്കെ പറയും. നമ്മൾ മുമ്പ് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പള്ളിമണി അടിക്കുന്ന സമയത്ത് അവൾ പറയുന്നത് ഈശോപ്പ മണി അടിക്കുന്നുണ്ട്, നമുക്ക് ഈശോപ്പാടെ അടുത്ത് പോകണമെന്ന് പറയുമായിരുന്നു. അപ്പം അവിടെ ആയിരുന്നപ്പോഴും നമ്മൾ സൺഡേയിൽ അവിടുത്തെ ചാപ്പലിൽ പോയി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇടയ്ക്ക് കുർബാനയൊക്കെ മുടക്കമൊക്കെ സംഭവിക്കുന്ന സമയത്ത് മനസ്സിൽ വിഷമം ഉണ്ടാവാറുണ്ട്. കുർബാനകൾ മാക്സിമം മുടക്കരുതെന്നാണ് പറയാറല്ലേ. ഞാനിപ്പം കുർബാന എന്നൊക്കെ പറഞ്ഞു പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതൊരു വിശ്വാസമാണെങ്കിലും ഏതൊരു ആരാധനാലയത്തിലാണെങ്കിലും പോകാൻ ഇഷ്ടപ്പെടുന്നവർ ആരാധനാലയങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാനല്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. എങ്ങനെയായാലും നമ്മുടെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടാവുക, ഒരു പോസിറ്റീവ് എനർജിയോടുള്ളൊരു വിശ്വാസം ഉണ്ടാവുക, നമ്മുടെ ഉള്ളിൽ സത്യം, നന്മ അല്ലേ, അതൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എനിക്ക് ആക്ച്വലി പള്ളി വരാൻ ഒരുപാട് ഇഷ്ടമാണ്, അനീഷനും ഇഷ്ടമാണ്. നമ്മുടെ കുഞ്ഞാപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ പള്ളിയിൽ വരാനായിട്ട്. അതെ, കുഞ്ഞാപ്പി എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ നിന്ന സമയത്ത് ഈശോപ്പാട് എടുത്ത് പിന്നെയും പോകണമെന്ന് പറഞ്ഞ് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അവൾ ഇതേ കയറി പോകുന്നതാണ്. അവിടെ നിന്ന് മോനെ ചെരുപ്പുണ്ട്, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഈശോപ്പായിട്ട് പ്രാർത്ഥിച്ചേ മോനെ. ചെരുപ്പിട്ട് കയറി പോകരുത് കേട്ടോ, ചെരുപ്പ് ഊരിയിട്ട് വേണം പള്ളിക്കകത്ത് കയറാൻ, ചെരുപ്പിട്ടോണ്ട് കയറി പോയേക്കരുത്. ഈശോപ്പയെ കാത്തോണേന്ന് പ്രാർത്ഥിച്ചേ. ഈശോപ്പയുടെ കൈ നോക്കി ഈശോപ്പയെ കാത്തോണേന്ന് പ്രാർത്ഥിക്കുക. പൊന്നു, വെറുതെ നിൽക്കാതെ ഈശോപ്പാട് പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പോൾ പള്ളിയുടെ അകത്തേക്കൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം പല ആരാധനാലയങ്ങളുടെയും അകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവാദം ഉണ്ടാവില്ല. അപ്പോൾ ഈ പള്ളിയിലുണ്ടോ ഇല്ലയോ നമുക്ക് സൂക്ഷിച്ചിറങ്ങിയ ഒരാളെ പുറത്തുനിന്ന് മാത്രം ജസ്റ്റ് കവർ ചെയ്തതേ ഉള്ളൂ. കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ബോധ്യമില്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.